വെച്ച നാൾ മുതൽ കുനി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടി എന്നും എന്നും പിച്ച വെച്ച നാൾ മുതൽ കുനി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടി പിച്ച വെച്ച നാൾ മുതൽ കുനി. പിച്ച വെച്ച നാൾ മുതൽ കുനി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടി എന്നും എന്നും പിച്ച വെച്ച നാൾ മുതൽ കുനി. വെച്ച നാൾ മുതൽ കുനി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടി എന്നും എന്നും പിച്ച വെച്ച നാൾ മുതൽ കുനി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടി ശ്രീഹരി. എന്തോ കൊള്ളായിരുന്നടാ. ദായാലും ഞങ്ങൾ എല്ലാരും ഒന്ന് പേടിച്ചുപോയി. അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പാടി ഇങ്ങനെ റൊമാൻസിലൊക്കെ പേടിച്ചു എല്ലാരും. ഹെഡ്ഫോൺ ഒക്കെ തെറിച്ചുപോയി. അത് വൈകിക്ക് സൗണ്ട് വളരെ സോഫ്റ്റ് ആയിരുന്നു, കൂടാതെ ലെവലും ഒരുപാട് കുറവായിരുന്നു. ദിടീന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചു ഞാൻ അവിടുന്ന് വല്ല തീ വരണാണോ. ഓക്കെ, എന്തായാലും ചോദിക്കാം. ഹരിച്ചേട്ടാ. ശ്രീഹരി എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ശ്രീഹരിയുടെ സിംഗിങ്ങിൽ ഒരു കോൺഫിഡൻസും ഒരു വേറൊരു അപ്രോച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. വോയിസ് ഒക്കെ കുറച്ച് കൂടി ക്ലിയർ ആയി. മേ ബി ആ ഒരു ഓവർ സ്ട്രെയിൻ ഒക്കെ കുറച്ച് ഒരു നല്ലൊരു പേസിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്നത്തെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ്.
മോനത് അത്രയും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ ലിറിക്സ് ഒക്കെ തെറ്റിച്ചു അല്ലേ? എന്തുവാ തെറ്റിച്ചത് പറഞ്ഞോ? ഹരിച്ചേട്ടൻ അപ്പൊ ഒരു നോട്ടം. ആ ചരണത്തീത്തെ ചരണത്തീത്തെ വരി തെറ്റിച്ചു. വഴി തെറ്റിച്ചാ? വരി ആ എന്തുവായിരുന്നു തെറ്റിച്ചെന്ന് പറ. കേക്കട്ടെ. ചുണ്ടിൽ എന്തായിരുന്നു അത്? ചുണ്ടിൽ ആ. ചേരുന്നു ചെന്തമി ആ, ആദ്യം ചുണ്ടിൽ ചോരുന്നു അല്ലേ? ചോരുന്നു ആ ബെസ്റ്റ്. ആ ചുണ്ടിൽ ചോരുന്നു ആ, അതന്നെ. ഒക്കെ ചോർന്നു പോയി അല്ലേ? എന്താ നീ ഇങ്ങനെ പാടണേ? ചോരുന്ന ആ, ചോരുന്നു ചെന്തമിഴ് ചിന്ത് മാറിൽ ചേരുന്നു ചീരുന്നു അല്ല ചേരുന്നു. ചേരുന്നു തമിഴ് ചന്തം. ആ അപ്പൊ അത് മൊത്തം പോയി. പിന്നെ അതിന് മുമ്പത്തെ സംഗതി അതൊന്ന് പാടിക്ക മോനെ. കോലമിട്ടു പൊൻപുലരി കോലമിട്ടു പൊൻപുലരി 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 ആ. കോടമഞ്ഞിൻ താഴ്വരയിൽ അത്ര ഇല്ല ആക്ച്വലി ആ സംഗതി കൊള്ളാം. പക്ഷെ കോടമഞ്ഞിൻ താഴ്വരയിൽ അത്രേ ഉള്ളൂ. സരിഗമരിഗ താഴ്വരയിൽ ഇപ്പൊ മോൻ അങ്ങനെ പാടുന്നത്. നീ സരിഗമരിഗ എന്ന് പാടുന്ന ആ നോട്ടില്ല, നീ ഇല്ല. സരിഗമരിഗ കോടമഞ്ഞിൻ താഴ്വരയിൽ ഇല്ല. ആ കോടമഞ്ഞിൻ താ പാടിക്കേ. കോടമഞ്ഞിൻ ആ ഇപ്പൊ സുഖമായല്ലേ? ബാക്കി കൂടി പാട്. കോടമഞ്ഞിൻ ആ അത്രേ ഉള്ളൂ. അതായത് ഒരു സിമ്പിൾ പ്ലാനിനെ നീയാണ് കോംപ്ലിക്കേറ്റ് ചെയ്തത്. നീ ആവശ്യമില്ലാത്ത നോട്ട്സ് ഒക്കെ ആഡ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ സംഗതി പാടുമ്പം നമ്മൾ സംഗതിയായിട്ട് അങ്ങ് പാടരുത്. അതിൻ്റെ ഒരു സുഖം കൂടി കൊടുക്കണം. കോടമഞ്ഞിൻ താഴ്വരയിൽ സുഖമായിരിക്കും കേൾക്കാൻ ആൾക്കാർക്ക് കേട്ടോ. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ മോൻ? പിച്ച വെച്ച എന്ന് പറഞ്ഞ തുടങ്ങിയത്. പിച്ച വെച്ച നാൾ മുതൽ നീ എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂട്ടി നാം ഇഷ്ടം കൂടി എന്നും എന്നും. മനസ്സിലായില്ലേ? ആ ഒരു ഫീലാണ് ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ മോൻ ആ ഒരു ബോൾഡ് ആയിക്കോ, ബട്ട് ബോൾഡ് ആവുന്നതിന്റെ കൂടെ തന്നെ ആ ഫീല് കൊണ്ടുവരാൻ യു ഷുഡ് ട്രൈ കേട്ടോ. പിന്നെ ആ ധീരനൊക്കെ ഇത്രയും അങ്ങനെ പാടണ്ട. നിതപമരേമ അങ്ങനെ ഇത്രയും കർണാട്ടിക് ആക്കണ്ട നമ്മള്. ഫ്രീ ആയിട്ട് വിടുക. പിന്നെ ഒരു റഷ് ഉണ്ടായിരുന്നു ഓവറോൾ ഫ്രം ബിഗിനിങ്. ഒരു തിരക്കുണ്ടായിരുന്നു. നമ്മളത് ഇതൊരു സമാധാനമുള്ള പാട്ടല്ലേ, ഇത് ബ്യൂട്ടിഫുൾ പാട്ട്. അപ്പം ആ ഒരു സമാധാനത്തോടെ അങ്ങ് പോയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ആകെ തോന്നി എന്തൊക്കെയാ റഷ്. ഇനി ശ്രീഹരി ശ്രദ്ധിക്കണ്ട, ഇത്രയും തിരക്ക് പിടിക്കരുത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി സംഗതീസിൽ ഫീല് അപ്ലൈ ചെയ്യാൻ നോക്കുക. പാട്ട് തുടങ്ങുമ്പോൾ ബോൾഡ് ആയിട്ടുള്ള സോങ്സ് ആണെങ്കിൽ ഓക്കെ അങ്ങനെ തുടങ്ങിക്കോ കേട്ടോ. നൈസ്, ഗുഡ് ശ്രീഹരി. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ശ്രീഹരി എന്തോ ആദ്യം തന്നെ പറയട്ടെ, നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. താങ്ക് യു സർ. ഇപ്പം കുറച്ചുകൂടെ ശ്രീഹരി കോൺഫിഡൻ്റ് ആണ്. അത് ആ വന്ന് നിൽക്കുന്ന നിപ്പിൽ തന്നെ കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശ്രീഹരി ഇപ്പം ഇതിന് മുന്നേയും നമ്മൾ കണ്ടസ്റ്റൻസിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ പാട്ടിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത്. ഇതൊരു സംഗതി ഓറിയൻറ്റഡ് പാട്ടല്ല, ഇതൊരു ഫീൽ ഓറിയൻറ്റഡ് പാട്ടാണ്. ഇതിൽ ശങ്കർജി പാടിയിരിക്കുന്ന ഓരോ സംഗതിയും ഈ പറഞ്ഞ പോലെ സംഗതി എന്നുള്ള രീതിയിലല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ പാട്ടിൻ്റെ അല്ലെങ്കിൽ ആ വരിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അത് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പാടേണ്ട ഒരാവശ്യമില്ല. അതിലുള്ള എല്ലാ നിഷ്കളങ്കതയും അങ്ങ് പോയി. കോടമഞ്ഞിൻ താഴ്വരയിൽ അതേതോ താഴ്വാരത്തിലേക്ക് അങ്ങ് ഒരു കൊക്കയിലേക്ക് അങ്ങ് വീണു. താഴ്വാരായിരുന്നു, കൊക്കയായിരുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. അതെ. പിന്നെ അത് കഴിഞ്ഞ് ചുണ്ടിൽ ചോരുന്നോ ആര് ആ താഴ്വരേന്ന് അങ്ങ് പോയതാ. ഒറ്റ പോക്കായിരുന്നു. പിന്നെ അവൻ ഉദ്ദേശിച്ച സംഗതി വരാത്തപ്പോ പിന്നെ കോൺഫിഡൻസ് പോയില്ലേ മോനെ? അതാണ് സംഭവിച്ചത്. ഞാൻ വന്നപ്പോ തന്നെ മൊത്തം കൊളായി. നന്നായിട്ട് പാടി മോനെ, പാടിയത് നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നമ്മളിത് ഏറ്റവും അരച്ച് കളിച്ചല്ലേ തരുള്ളൂ. നമ്മള് ജഡ്ജിയാനല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് പറയുന്നത് കേട്ടോ. നമ്മുടെ തൊഴില്. അതെ, അതാണ് അത്രേ ഉള്ളൂ. പിന്നെ അവസാനത്തെ
പിച്ച വെച്ച് നാൾ മുതൽക്ക് നീ. അതൊക്കെ പോയി. അതൊന്ന് പാടിയടാ. പിച്ച വെച്ച നാൾ മുതൽക്കു നീ. എത്തിയില്ല. ഇപ്പോഴും പിച്ചിങ് പിച്ചിങ്. പിച്ച വെച്ച നാൾ മുതൽക്കു നീ. അതും കുറച്ച് സോഫ്റ്റ് ആയിട്ട്. പിച്ച വെച്ച നാൾ മുതൽക്കു നീ. പിച്ച വെച്ച നാൾ മുതൽക്കു നീ. കുറച്ച് ഫ്ലാറ്റാ. ഓൾമോസ്റ്റ്. ശരി, പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, ശരി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശ്രീഹരി, ഓ ഇനി എന്ത് പറയാനാ, എല്ലാം പറഞ്ഞു കഴിഞ്ഞു, അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതായത് മോൻ്റെ സൗണ്ട് എന്ന് പറയണത് കുറച്ച് ഒരു വ്യാപ്തിയുള്ള ഡെപ്തുള്ള ഒരു വോയിസ് ആണത്. അത് എളുപ്പം അങ്ങനെ ഒരു ചെറുതാക്കി പാടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നറിയാം. പക്ഷേ അത് നമ്മൾ ശ്രമിക്കുമ്പോൾ ഏത് പാട്ട് നമ്മളൊരു കോമ്പറ്റീഷന് വരുമ്പോൾ നമ്മളിങ്ങനെ ഇത് എനിക്കിങ്ങനെയാണ് സൗണ്ട്, നമുക്കത് കുറച്ചായിട്ട് പാടണം അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആ പാട്ടിന് എന്ത് വേണോ അത് തന്നെ നമ്മൾ കൊടുത്തു പാടണം, പാടി അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് മോനിന്ന് ഫുൾ എനിക്ക് തോന്നിയത് ഒരു ശ്രുതി അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ലാസ്റ്റ്, ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, ലാസ്റ്റ് ചരണം എല്ലാം വന്നപ്പോഴത്തേക്കും സംഗതിയും എല്ലാം കൂടി അങ്ങ് പോയി. മോൻ്റെ സൗണ്ട് നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട് എൻ്റെ പ്രോബ്ലം അതാണ്. നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല സൗണ്ട് ഉള്ളവർ ഒരു ചെറിയ ശ്രുതി പോയാലോ ഒരു ചെറിയ ഒരു സംഗതി പോയാലോ എന്തെങ്കിലും അത് എളുപ്പം മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ചില സൗണ്ടിൻ്റെ ഒരു കുഴപ്പം കൂടിയാണ്. പക്ഷെ മോൻ പാടുന്നതിൽ നല്ല ഒരു ലയമുണ്ട്, നല്ല രസമായിട്ട് മോന് പാടാൻ കഴിയും. പക്ഷെ ഒരെണ്ണം അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും കോൺഫിഡൻസ് നമ്മളുടെ എല്ലാം പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ആരും വിചാരിക്കരുത് കേട്ടോ. ഒരു സംഗതി എന്തെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തതിന് നമ്മൾ അടുത്ത ലൈൻസ് എല്ലാം തിരിച്ചു എഴുന്നേറ്റ് അത് പാടണം. കാരണം എല്ലാം പോയാൽ പിന്നെ എത്ര വരികളുണ്ട് കേട്ടോ മോനെ, അത് മോൻ ശ്രദ്ധിക്കണം. അതുപോലെ ഒരു കാര്യം മോനെ, നമ്മൾ പാടുന്നത് സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കാണ്. സോ അതുകൊണ്ട് നമ്മൾ നീതാപ്പമ്മ രേമ രേപ്പ എന്ന് കറക്റ്റായിട്ട് രേ എന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ അത് രേ പറയത്തില്ല. അത് പാടിയിരിക്കുന്ന അവർ ചിലപ്പം രീമ രീ നിങ്ങൾ രേ എന്ന് കേട്ടിരിക്കാം. സംടൈംസ് സ്റ്റുഡിയോയിൽ പാടുമ്പം രീ പറഞ്ഞാലും ഒരു ഏകാരം കേൾക്കാം. അത് നമ്മൾ പാടുമ്പോൾ രീമ രീപ്പാന്ന്. കാരണം ഇത് ഹിന്ദുസ്ഥാനി മ്യൂസിക് അല്ല. ഇവിടെ ആ നനനന്ന് പാടുന്നതും അതും ഈ നമ്മുടെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക് തന്നെയാണ് കേട്ടോ. അത് നീ പാടുമ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. നീതാപ്പമ്മ രീമ രീപ്പ അങ്ങനെ പറഞ്ഞാൽ മതി. ഈ ദീപക് ദേവിന്റെ നല്ലൊരു പാട്ടാണ് ഈ പുതിയ മുഖം എന്നുള്ള സിനിമയിൽ. എൻ്റെ ഹസ്ബൻഡ് കൃഷ്ണകുമാർ അദ്ദേഹം ഒരു ഫുൾ ഒരു സോളോ പാടിയിരുന്നു. ഏതോ കൊലമുരളി ഹൃദയമായി ഞാൻ പാടാം കാരുണ്യ സിന്ധോ കൃഷ്ണ. പാടിക്കോളൂ. കൃഷ്ണ ഏതോ കൊലമുരളി ഹൃദയമായി ഞാൻ പാടാം കാരുണ്യ സിന്ധോ കൃഷ്ണ ഏതോ കൊലമുരളി ഹൃദയമായി. നല്ല സോങ് അത്. അപ്പൊ മോനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശ്രീഹരി, എന്തോ മാർക്സ് ചോദിക്കാം. ചേച്ചി 8. താങ്ക് യു ചേച്ചി. ഷാനിക 8. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ I'm giving you 8. താങ്ക് യു സർ. 24 മാർക്സ്. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ഡേ പിടിക്കാം അല്ലേ?